ഇത്രയും ഇവിടെ പിന്നെ ചെലവഴിക്കുകയും ചെയ്യുമെന്ന സന്ദേശത്തോടുകൂടി അങ്ങനെ ചെലവഴിക്കുമ്പോൾ ഒരു ഉണർവുണ്ടാവും, ഒരു ആവേശമുണ്ടാവും എന്ന് കരുതി വയനാട്ടിൽ ഇപ്പം സംസ്ഥാന ക്യാമ്പുകളും പഠന ക്യാമ്പുകളും സമ്മേളനങ്ങളും ഒക്കെ സംസ്ഥാന തലത്തിലുള്ള സംഘടനകളുടെ നേതൃത്വം തീരുമാനിച്ച് മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ സംസ്ഥാനതല പരിപാടികൾ ആകർഷിക്കുന്നു. അതുപോലെ യൂണിറ്റ് കമ്മിറ്റികൾ നടത്തുന്ന ഡിസ്കഷനും ടൂറും പഠന ക്യാമ്പൊക്കെ ഇങ്ങോട്ട് മാറ്റാനുള്ള ശ്രമവും നേരത്തെ നമ്മുടെ ജില്ലാ പ്രസിഡന്റ് പറഞ്ഞതുപോലെ അതിനുള്ള സാധ്യതകളും പ്രചോദനങ്ങളും ഒക്കെ നമ്മുടെ ഭാഗത്തുണ്ടാകുന്നു. അങ്ങനെ വയനാടിനെ ഒരുപക്ഷെ ഡയറക്റ്റായി നിങ്ങൾ കണ്ട് നിങ്ങൾ മോണിറ്റർ ചെയ്ത് ഇത്ര എന്ന് പറയാൻ സാധിക്കില്ലെങ്കിലും ഇൻഡയറക്റ്റായി വ്യാപാരി വ്യവസായ ഏകോപന സമിതി വയനാടിൻ്റെ ജീവൻ നിലനിർത്തുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. അതൊക്കെ ഒരുമിപ്പിച്ച് ഏകോപിപ്പിച്ച് ഈ വയനാട് ഫെസ്റ്റിലൂടെ മനോഹരമായ ഒരു സന്ദേശം ലോകത്തിന് വയനാടിനെ കൊടുക്കാൻ സാധിക്കട്ടെ എന്ന് പ്രത്യാശിച്ച് പ്രാർത്ഥിച്ച് മറ്റ് കാര്യങ്ങളിലേക്കൊന്നും കടക്കാതെ കളക്ടർ ഏതാനും സമയങ്ങൾക്കും എത്തും. ആ നാട അവർ മുറിക്കും. അങ്ങനെ കുറിച്ച് വയനാടിൻ്റെ ഒരു പിന്തുണ, ഭരണകൂടത്തിൻ്റെ ഒരു പിന്തുണ നിങ്ങൾക്ക് അറിയിക്കും എന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. പിന്നെ ഒരു വിഷയത്തിൽ നമുക്ക് ആരെയും കുറ്റപ്പെടുത്താൻ കഴിയില്ല. ജനാധിപത്യമാണ്. പലരും പല പരാതികളും പ്രയാസങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് കളക്ടറേറ്റിൽ വന്നതുകൊണ്ടായിരിക്കാം. അപ്പോൾ ആ അർത്ഥത്തിൽ നമുക്ക് വിശാലമായി ചിന്തിച്ച് കളക്ടറുടെ വൈകിയത് ക്ഷമിക്കണം എന്ന് സൂചിപ്പിക്കുകയാണ്. ആരും ഉപദ്രവിക്കാൻ വേണ്ടി ആരും ഒന്നിലും മനസ്സിലാക്കാൻ കാണിക്കില്ല. ഏതായാലും അങ്ങനെ എന്തെങ്കിലും സാങ്കേതികത്വം ഉള്ളത് കൊണ്ടാണെന്ന് വിചാരിച്ച് ആ വിഷയത്തിൽ നമുക്ക് സമാശ്വസിക്കാം എന്ന് മാത്രം രേഖപ്പെടുത്തി ഈ വേദിയിൽ ഇരിക്കുന്ന സാധാരണ പ്രസംഗം തുടങ്ങുമ്പോൾ നമ്മൾ എല്ലാവരും ബഹുമാനപ്പെട്ട തുടങ്ങണം. ഞാനിങ്ങനെ ആലോചിക്കുമ്പോൾ എല്ലാവരെ കുറിച്ചും ഒരു വിശേഷണം പറയാനുണ്ട്. അപ്പോൾ അത്രയേറെ മനോഹരമായ ഒരു നേതൃനിരയാണ് വ്യാപാരി വ്യവസായ ഏകോപന സമിതിക്കുള്ളത്. ഇവിടെ നമ്മുടെ ട്രഷറർ, ജില്ലാ ട്രഷറർ ഷർഗ വളരെ മനോഹരമായി ഈ കാര്യങ്ങൾ കൊണ്ടു നടക്കുന്നു. ഈ കോടികളൊക്കെ കൃത്യമായി കുറ്റപറ്റിയ രീതിയിൽ ഒരു അഴിമതി ആരോപണവും പരാതിയും ഇല്ലാതെ ഇത്രയും കോടി അദ്ദേഹത്തിൻ്റെ ഈ കർമ്മഭാഗത്തിനൊക്കെ മനോഹരമായി ചിട്ടപ്പെടുത്തി നിങ്ങൾക്ക് സംഘടനയ്ക്ക് ട്രഷറർ എന്നുള്ളത് നേതൃത്വം കൊടുത്തു. നമ്മുടെ പ്രിയപ്പെട്ട DTPCയുടെ പുതിയ മെമ്പർ സെക്രട്ടറി, അദ്ദേഹം പല ജില്ലകളിലും 9ഓളം കലക്ടർമാരുടെ കീഴിൽ വർക്ക് ചെയ്തതാണ്. അദ്ദേഹം അടുത്ത ദിവസമാണ് ഇവിടെ ജോയിൻ ചെയ്തത്. പുൽപ്പള്ളിക്കാരനാണ്. അദ്ദേഹം ഒരു വ്യാപാരിയും കൂടിയാണ്. അപ്പോൾ ഏതായാലും അദ്ദേഹത്തിൻ്റെ ഒരു ആത്മാർത്ഥം നമ്മൾ എടുത്ത് പറയണം. അടുത്തൊരാഴ്ച കലക്ടർ ഉണ്ടാവില്ല, അതുകൊണ്ട് നാളെ തന്നെ നമുക്ക് സ്മരിക്കാം, നടത്തണം എന്ന് ഇന്നലെ പറയുകയും ഇന്നലെ രാത്രി തീരുമാനിക്കുകയും അങ്ങനെ അദ്ദേഹം മുൻകൈ എടുത്താണ് ഇങ്ങനെ ഒരു പരിപാടി പെട്ടെന്ന് ക്രമീകരിച്ചത്. അപ്പോൾ അദ്ദേഹം ആ രൂപത്തിൽ അടുത്ത 24 മണിക്കൂറിൽ നിങ്ങൾ ഓഫീസ് നാട മുറിച്ച് ഉദ്ഘാടനം ചെയ്യപ്പെടണമെന്ന് അദ്ദേഹം ആഗ്രഹിച്ചത് കൊണ്ടാണല്ലോ ഇന്ന് ഈ പരിപാടി ക്രമീകരിക്കപ്പെട്ടത്. അപ്പോൾ ഏതായാലും അത്രത്തോളം നിങ്ങളെക്കാൾ ആവശ്യത്തോടുകൂടി നിങ്ങളുടെ കൂടെയുള്ള ഒരു സംവിധാനമാണ് DTPC എന്ന് മനസ്സിലാക്കാൻ വേറൊന്നും നമ്മൾ പരിശോധിക്കേണ്ടതില്ല. അദ്ദേഹത്തിന് തീരുമാനിച്ച ഡേറ്റ് തന്നെ അതിന് വലിയ ഒരു മനോഹരമായ മാതൃകയാണ്. കലക്ടർ ലേറ്റായതിന് പ്രിയപ്പെട്ട DTPC സെക്രട്ടറി കുറ്റക്കാരനല്ല, അദ്ദേഹത്തിന്റെ അമിതമായ ആത്മാർത്ഥത കൊണ്ട് അങ്ങനെ ഡേറ്റ് സിക്കുകയാണ്. അപ്പോൾ ഏതായാലും കലക്ടർ ലേറ്റായില്ലെങ്കിലും അദ്ദേഹം എടുത്ത ഇനീഷ്യേഷൻ